മകരസംക്രമ പൂജയ്ക്കായി ശബരിമല നട അല്പസമയത്തിനകം തുറക്കും. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യാണ് മകരസംക്രമ പൂജയ്ക്ക് അഭിഷേകം ചെയ്യുക. 5:30 ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ സ്വീകരിക്കും. 6:30 സന്നിധാനത്ത് തിരുവാഭരണ ഘോഷയാത്രയെത്തും. ഇതിനുശേഷമാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ഉണ്ടാവുക. അതിനുശേഷം പൊന്നമ്പലമേട്ടിൽ ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മകരജ്യോതി തെളിയും. ഇന്നാണ് മകരജ്യോതി. ദർശന പുണ്യം തേടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷമാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത്. ഈ മകരജ്യോതി കാണാനായി ഭക്തലക്ഷങ്ങളാണ് കാത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ക്ഷേത്രത്തിൽ നടക്കേണ്ട ശുദ്ധിക്രിയകൾ ഉൾപ്പെടെ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. മകരസംക്രമ പൂജകൾക്ക് നട തുറക്കാൻ പോവുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ശബരിമല നട മകര സംക്രമ പൂജകൾക്കായി തുറന്നു. 2:50 ക്ഷേത്രനട തുറന്നത്. തിരക്ക് നിയന്ത്രിക്കാനും സുഗമമായ ദർശനത്തിനും വിപുലമായ ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 30,000 ഭക്തരെ വെർച്വൽ ക്യൂ വഴിയും 5,000 പേരെ സ്പോട്ട് ബുക്കിംഗ് വഴിയും സന്നിധാനത്തേക്ക് രാവിലെ മുതൽ കടത്തിവിട്ടിരുന്നു. ഏകദേശം 1.5 ലക്ഷത്തോളം ഭക്തരെങ്കിലും മകരവിളക്ക് ദർശനത്തിന് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര നേരത്തെ തന്നെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടിരുന്നു. പരമ്പരാഗത പാതയിലൂടെ വൈകുന്നേരം 5:30 ഇത് ശരംകുത്തിയിൽ എത്തിച്ചേരുക. 6:20 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തുക. പിന്നാലെ തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കും. മകരസംക്രമത്തിനായി മകരജ്യോതിക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായെന്നാണ്, സർവ്വസജ്ജമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല സന്നിധാനം സജ്ജമായി കഴിഞ്ഞെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചത്. മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും പരിസരത്തും 1 ലക്ഷത്തോളം ഭക്തർ തമ്പടിച്ചിട്ടുണ്ട്. തീർത്ഥാടകർ എരുമേലി കാനനപാത വഴി എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് സർവ്വസജ്ജമെന്നും ദേവസ്വം ബോർഡ് പറയുന്നു. ഫ്ലൈ ഓവറുകളിലും തിരുമുറ്റത്തും നിന്ന് മകരജ്യോതി ദർശിക്കുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിൽക്കാൻ ദേവസ്വം ബോർഡ് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ പാസ് നൽകിയവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു കാരണവശാലും പാസ് മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയില്ല. ഇക്കുറി സുതാര്യമായ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശരംകുത്തി, യു-ടേൺ തുടങ്ങിയിടങ്ങളിലെ വ്യൂ പോയിന്റുകളിൽ മകരജ്യോതി ദർശനത്തിന് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് കൂടി ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ഈ മകര സംക്രമവുമായി ബന്ധപ്പെട്ട് മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളും കോട്ടയം ജില്ലയിലെ എരുമേലി പഞ്ചായത്തുകളും അടക്കം ഇന്ന് നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകരുടെയും പൊതുജനങ്ങളുടെയും സൗകര്യം കണക്കിലെടുത്ത് വിദ്യാർത്ഥികളുടെ സുരക്ഷയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അവധി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഇന്ന് ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവമാണ്. ഒരു വർഷത്തെ ഭക്തരുടെ കാത്തിരിപ്പിനാണ് ഇന്ന് സമാപനമാകുന്നത്. കഴിഞ്ഞ മണ്ഡലകാലം മുതലുള്ള കാത്തിരിപ്പാണ് ഈ മണ്ഡല മകരവിളക്കിനായി. ഈ ഒരു പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ ദിവ്യ ജ്യോതി കാണാനായി ഭക്തലക്ഷങ്ങൾ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. 1 ലക്ഷത്തിൽ പരം ആളുകൾ മകരജ്യോതി കണ്ട് പ്രാർത്ഥിക്കുവാനായി ഇന്ന് സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. ഭക്തരുടെ ഒരു വലിയ ഒഴുക്കാണ് സന്നിധാനത്തേക്ക്. എന്തായാലും 6:00 തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിലെത്തും. ദർശന പുണ്യം തേടി 10,000ങ്ങളാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. ആ മഹാദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ആ മകരജ്യോതിക്കായുള്ള കാത്തിരിപ്പാണ്, മണിക്കൂറുകളായുള്ള കാത്തിരിപ്പാണ്. എന്തായാലും
നമുക്കറിയാം ഈ സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്കും ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്കും ചലിക്കുന്ന സംക്രമമാണ് മകരസംക്രമം എന്ന് പറയുന്നത്. മാറ്റങ്ങളുടെ ആരംഭമാണ് മകരസംക്രമം എന്നാണ് ജ്യോതിഷ പ്രകാരമടക്കം പറയുന്നത്. ഉത്തരായനത്തിൽ പകലിന് ദൈർഘ്യം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രവൃത്തി ചെയ്യാനുള്ള ദിനങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണത്തെയും ഊർജ്ജസ്വലതയും സൂചിപ്പിക്കുന്നു എന്നാണ് ജ്യോതിഷ പ്രകാരമടക്കം പറയുന്നത്. എന്തായാലും മണ്ണും മനസ്സും പ്രകൃതിയും ഒക്കെ മാറ്റങ്ങളിലേക്ക് പരിക്രമണം ചെയ്യുന്ന മകരസംക്രമ നാളിൽ ആത്മീയതയുടെ ജ്യോതി പൊന്നമ്പലമേട്ടിൽ തെളിയും. ആ ജ്യോതിക്കായുള്ള കാത്തിരിപ്പാണ്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു ശബരിമലയിൽ നിന്ന്. ശ്രീജിത്ത്, ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്, ഞങ്ങൾ സർവ്വസജ്ജരാണ് എന്ന് ദേവസ്വം പ്രസിഡന്റ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്തായാലും മകരസംക്രമ പൂജകൾക്കായി നട തുറന്നിരിക്കുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമുള്ള കാത്തിരിപ്പല്ലേ ആ പൊന്നമ്പലമേട്ടിൽ ദിവ്യജ്യോതി തെളിയാനായി? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാത്തിരിപ്പിന് ഏതാണ്ട് വിരാമമാകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശനത്തിന് വേണ്ടി ഇനി ഒരുപാട് സമയമില്ല എന്ന് തന്നെ പറയാം. എന്തായാലും 2:58 ശബരിമല നട ഇന്ന് തുറന്നു. 3:08 അതായത് അല്പസമയം മുമ്പ് മകരസംക്രമ പൂജയ്ക്കും തുടക്കമായിരിക്കുകയാണ്. ശബരിമല സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുന്നതിന് പമ്പയിൽ നിന്ന് രാവിലെ 11 മണി വരെ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ നട തുറന്നുവെങ്കിൽ പോലും ഇപ്പോൾ ഭക്തർക്ക് ദർശനമില്ല. ഇനി തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തി ദർശനം പൂർത്തിയായ ദീപാരാധന പൂർത്തിയായി മകരജ്യോതിയും കഴിഞ്ഞ ശേഷമായിരിക്കും ദർശനത്തിനുള്ള അവസരം ഭക്തർക്ക് ലഭിക്കുക. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലീസ് ഉൾപ്പെടെ കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഏറ്റവും അവസാനവട്ട ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ അത് പോലീസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ക്ഷേത്രം പൂർണ്ണമായും അലങ്കരിച്ച് ഈ ഉത്സവത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമുള്ളൊരു കാത്തിരിപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ മകരസംക്രമ പൂജ അത് നടക്കുന്നു എന്നുള്ളതാണ്. അനുമോദും എൻ്റെ ഒപ്പം ഉണ്ട്. അനുമോദ, വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് അല്ലെ ഈ മകരസംക്രമ പൂജ. അതിന് പല വൈശിഷ്ട്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് കവടിയാർ കൊട്ടാരവുമായി ബന്ധം. എങ്ങനെയാണ് ഇതിന്റെ ഒരു മകര സംക്രമ പൂജാ ദിവസത്തെ വിശേഷിപ്പിക്കുക? സത്യത്തില് ഈ ദിവസത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ആ സൂര്യന്റെ അയനം മാറുന്നു എന്നുള്ളതാണ്. ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് ആ സൂര്യന്റെ യാത്ര. ഉത്തരായനം എന്ന് വെച്ചാൽ വിശ്വാസികളെ സംബന്ധിച്ച് അത് ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ്. എല്ലാ മംഗളകാര്യങ്ങൾക്കും ഉചിതമായ സമയമാണ് ഉത്തരായനകാലം. എല്ലാ നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമയം ഈ ഒരു ഉത്തരായനകാലമാണ്. അപ്പോൾ സൂര്യൻ്റെ ദക്ഷിണായനത്തിൽ ഉത്തരായനത്തിലുള്ള ഈ സംക്രമണത്തെയാണ് മകരസംക്രമണം എന്ന് പറയുക. ഓരോ വർഷത്തിലും ഓരോ സമയത്തായിരിക്കും. ഇത്തവണ അത് 3:08 മുൻപത് ചിലപ്പോൾ വൈകുന്നേരങ്ങളാവാം, ചിലപ്പോൾ അത് രാവിലെ ആകാം. അതിനനുസരിച്ച് ഇതിൻ്റെ സമയ വ്യത്യാസം ഉണ്ടാകും. എന്നാണെങ്കിലും ആ ഒരു ദിവസത്തെ ആ ഒരു നിമിഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ് കൊണ്ട് അയ്യനെ അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ്. ആ അഭിഷേകത്തിന് ശേഷം പിന്നീടാണ് തിരുവാഭരണം ചാർത്തിയുള്ള പൂജ എന്നുള്ളത്. നമുക്കറിയാം പന്തളം രാജകുടുംബത്തിനും കവടിയാർ കൊട്ടാരത്തിനും ഒക്കെ തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ടൊക്കെ അഭേദ്യമായ ബന്ധമുള്ള ക്ഷേത്രമാണ് ഐതിഹ്യപ്രകാരമൊക്കെ ശബരിമല. അതുകൊണ്ട് തന്നെ അയ്യപ്പനോടുള്ള ഭക്തിയുടെ പ്രതീകമായിട്ട് കവടിയാർ കൊട്ടാരത്തിൽ നിന്നും അയക്കുന്നതാണ് ഈ ഒരു അഭിഷേകത്തിനായിട്ടുള്ള വിശിഷ്ടപ്പെട്ട നെയ്യ് എന്നാണ് സങ്കല്പം. അത് ആ ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. ഇവിടെ ഇപ്പോൾ നട തുറന്നിരിക്കുകയാണ്, പക്ഷേ ആർക്കും ദർശനത്തിന് സാഹചര്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഈ ഒരു തിരുവാഭരണത്തിൻ്റെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് 5 മണിയോടെ ഉത്തരവാദിത്തപ്പെട്ട ക്ഷേത്ര ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടുന്ന് യാത്ര തിരിക്കും. 18-ാം പടിയിലൂടെ മാല കഴുത്തിലിട്ട്, അതായത് തന്ത്രി തീർച്ചയായും ശ്രീജിത്ത്, അനുമോദ, നമുക്ക് എന്തായാലും വിശദമായി മണ്ഡല മകരവിളക്ക് പൂജയുടെ വിശേഷങ്ങൾ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ, ആ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നതൊക്കെ പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കേണ്ടതുണ്ട്. ഇന്ന് കൃത്യം 4 മണി മുതൽ നമ്മളത് തത്സമയം സംപ്രേഷണം തുടങ്ങും. പ്രേക്ഷകർ എന്തായാലും നമുക്കൊപ്പം ഉണ്ടാകും. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി, വിശേഷങ്ങളുമായി, ശബരിമല വിശേഷങ്ങളുമായി പൂർണ്ണമായും ശബരിമലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ എത്തും. എന്തായാലും ഈ വാർത്താ ബുള്ളറ്റിൻ ഇപ്പോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.